വീണ്ടും ചർച്ചയിലേക്ക് ശ്രീ ജോർജ് ജോസഫ്, വളരെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ചിന്ത പറയുന്നത്. അത് സംബന്ധിച്ച് ആ നിലയ്ക്കുള്ള വാർത്തകൾ നേരത്തെ തന്നെ വന്നു തുടങ്ങിയതുമാണ്. അപ്പോൾ ഇയാൾ സിനിമാ മേഖലയുമായി നിരന്തരം അടുത്ത് പ്രവർത്തിക്കുന്നയാളാണ്, ഇതിലെ പ്രധാന പ്രതി. അയാൾ ഇതിനു മുമ്പും ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായി ഇപ്പോഴും സംഭവിക്കുന്നു. അയാൾക്കെതിരെ ഒരു പരാതി ഉണ്ടായിട്ടും അയാൾക്ക് ആ മേഖലയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നതാണ് നേരത്തെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതിനെ ഖണ്ഡിക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അല്ല, ഇത് സിനിമാ മേഖലയിൽ ഇതുപോലെ ധാരാളം കഥാപാത്രങ്ങളുണ്ട്, ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ആ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട പലർക്ക് അവരുടെ പേരിൽ നടപടി എടുക്കാൻ പറ്റുന്നില്ല. പലരുടെയും പേരിൽ ഈ സുരേഷ് എന്ന് പറയുന്നത് നമ്മൾ അറിയപ്പെടുന്ന നിർമ്മാതാവാണ്, അത് സംഘടനയുടെ വലിയ പ്രവർത്തകനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ വൈഫിന് ഒരു അനുഭവം ഉണ്ടായിട്ട് അത് ഫോളോ അപ്പ് ചെയ്ത് ഇയാളെ ഒന്നും മര്യാദ പഠിപ്പിക്കാനോ ശിക്ഷിപ്പിക്കാനോ അവരാരും തുനിഞ്ഞില്ല. അവരല്ലല്ലോ ചെയ്യേണ്ടത്. സാധാരണക്കാരനെ കൊണ്ട് പരാതി പ്രവർത്തിക്കാൻ കഴിയുന്നു. നേരത്തെ ചർച്ചയുടെ ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരാൾക്ക് സിനിമാ മേഖലയിൽ പിന്നീട് പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന വിലയിരുത്തൽ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ അല്ല, അയാൾക്ക് പിന്നെയും അവിടെ പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട്, ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടാൻ കഴിയുന്നുണ്ട്. അത് സാമ്പത്തികമായ പല പ്രശ്നങ്ങളും അതിനകത്ത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അയാളെ ഒഴിവാക്കാൻ പറ്റില്ല, ഇവർക്ക് സാമ്പത്തിക ഇടപാടുകളുണ്ട്. നമ്മുടെ മണിയുടെ കേസിനകത്ത് ഞാൻ കുറേ പറഞ്ഞു, സാമ്പത്തിക ഇടപാട് ഇന്ന് വരെ CBIയോ കേരള പോലീസോ പ്രൂവ് ചെയ്തിട്ടില്ല. വളരെയധികം സാമ്പത്തിക ഇടപാടുണ്ട് മണിയുടെ കേസിനകത്ത്. അപ്പോൾ അത് സിനിമാ മേഖലയിൽ അത് ഉള്ളതാണ്. അപ്പോൾ അത് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. പക്ഷേ പോലീസ് ഒരു കാര്യം ചെയ്യണം. ഇയാൾക്ക് 13 കേസുള്ള ഈ 2-3 കേസ് കൂടുതലുള്ള ഈ ക്രിമിനലിനെ എന്തുകൊണ്ട് ശിക്ഷിപ്പിച്ച് അഴിക്കാത്ത ഉള്ളിലാക്കും? അതാണ് പോലീസിന്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, 30 ദിവസത്തിനായ കേസ് ചാർജ് ഒന്ന് കൊടുത്തേ, ഇയാളെ കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ ഈ പ്രതിയെ. എന്നിട്ട് അതിൻ്റെ പ്രോസിക്യൂഷൻ സ്റ്റെപ്പ് ഒന്ന് എടുത്ത് നോക്കിക്കേ. അവർ ഒതുങ്ങും, ക്രിമിനൽ ഒതുങ്ങും, ഏത് ഗവൺമെന്റ് ആയാലും ഒതുങ്ങും, ഒതുങ്ങിപ്പോവും. ഒത്തിരി നടപടികളുണ്ട് നിയമപരമായി. അതാണ് ഈ സുരേഷ് കുമാർ ആരാണെന്ന് അറിയാമല്ലോ, ഏറ്റവും പ്രമുഖനായ നിർമ്മാതാക്കളിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് മേനക സുരേഷ്. അവർക്കാണ് ഈ ഒരു അനുഭവം ഉണ്ടായതായി പറയുന്നത്. എന്നിട്ടും ഒരു തരത്തിലും അയാൾക്കെതിരെ ഒരു നടപടിയിലേക്ക് കാര്യങ്ങളെ എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അയാൾ പിന്നെയും ഈ മേഖലയിൽ പ്രവർത്തിക്കുകയാണ്. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഇത്തരം ക്രിമിനലുകളുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ഈ ഇൻഡസ്ട്രി, സിനിമാ ഇൻഡസ്ട്രിയെക്കുറിച്ച് പറഞ്ഞാൽ അവിടെ പണം മുടക്കുന്ന ആളാണ് ബാക്കി എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഇപ്പോൾ പണം മുടക്കുന്ന ഒരാൾ ഒരു സിനിമ നിർമ്മിക്കാൻ തയ്യാറായാൽ ആദ്യം ഒരു ഡയറക്ടറെ കണ്ടെത്തും, ഡയറക്ടറുമായി ഡിസ്കസ് ചെയ്തിട്ടാണ് അതിലെ താരങ്ങളെ കാസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം അതിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എല്ലാം നിർമ്മാതാവിൻ്റെ വിശ്വസ്തരെ വെച്ചിട്ടാണ് ഒരു പടം ഷൂട്ട് ചെയ്ത് തിയേറ്ററിൽ എത്തിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി നിർമ്മാതാക്കളുടെ വിശ്വസ്തരിൽപ്പെട്ടവരാണ് ഇത്തരം ആളുകൾ കടന്നു വരുന്നത്. സുരേഷ് കുമാർ ഒരുപാട് പടം നിർമ്മിച്ചിട്ടുള്ള ആളാണ്. ഞാൻ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷന് ചെയർമാനായിരിക്കുമ്പോൾ അദ്ദേഹം മറ്റേ ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാനായി പ്രവർത്തിച്ചു. ഞങ്ങൾ നിരന്തരമായി കാണുകയും ചർച്ച ചെയ്യുകയും ചെയ്തിരുന്ന 2 വ്യക്തികളാണ്. പക്ഷേ ഈ സംഭവം വ്യക്തിപരമായി വളരെ അടുപ്പമുണ്ടായിട്ടും ഇന്ന് വരെ പല കാര്യങ്ങളെക്കുറിച്ചും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടും ഈ കാര്യം അദ്ദേഹം ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല. അദ്ദേഹം നിരവധി കേരളത്തിലെ അറിയപ്പെടുന്ന ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ള ഒരു നിർമ്മാതാവാണ്. അപ്പം നിർമ്മാതാവാണ് ഈ യൂണിറ്റുകളെ എല്ലാം സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ യൂണിറ്റുകളിൽ ആരെങ്കിലുമൊക്കെ ഇത്തരം ക്രിമിനലുകൾ ഉണ്ടെങ്കിൽ അത് നിർമ്മാതാവിന് കൃത്യമായിട്ടറിയാം. അത്തരം ആളുകളെ ഒഴിവാക്കാൻ നിർമ്മാതാവ് കർശനമായ നിർദ്ദേശം കൊടുക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ കഴിഞ്ഞ കുറേ നാളുകളായി ഇതൊരൊറ്റപ്പെട്ട സംഭവമായി കാണണ്ട. തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ പിന്നെ നമുക്കറിയാം സൂര്യ ഗായത്രി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ജിജേഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുമായി അവിടുത്തെ കലാപരിപാടിക്ക് വന്നതാണ്. ആ പെൺകുട്ടിയെയും ആ ജിജേഷിനെയും മാരകമായി പീഡിപ്പിച്ചിട്ട് ഈ നിമിഷം വരെ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. എൻ്റെ കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിൽ പിന്നെ അഴീക്കൽ എന്ന് പറയുന്ന ബീച്ചിൽ ഈ വാലന്റൈൻ ഡേയുടെ അന്ന് പിന്നെ വാലന്റൈൻ ദിവസം ആ ദിവസം കുറേ പെൺകുട്ടികളും ആൺകുട്ടികളും കൂടെ ബീച്ചിൽ പോയി. അവരെ മാരകമായി പീഡിപ്പിച്ചു എന്ന് മാത്രമല്ല, അവിടെ ചിത്രങ്ങൾ അവിടെ അനുവാദമില്ല. ഇതുപോലെ ഈ പറയപ്പെടുന്ന പ്രശസ്തയായ സിനിമാ നടിയുടെ ചിത്രങ്ങൾ എടുത്തതുപോലെ പരസ്യമായി എടുത്തു എന്ന് മാത്രമല്ല, അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച് അവരെ അപമാനിച്ച് ഇതുവരെ ഒരു പ്രതി അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇതെല്ലാമാണ് ശ്രീമതി ക്ഷമിക്കണം ചിന്ത. ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഈ സദാചാര ഗുണ്ടായിസം എല്ലാം വെച്ച് പൊറുപ്പിക്കില്ല, അതിനെല്ലാം എതിരെ കർശനമായ നടപടിയെടുക്കും എന്നെല്ലാം പറഞ്ഞാൽ ആ നിലയ്ക്കുള്ള കേസുകൾ വീണ്ടും വീണ്ടും സജീവമാകുക തന്നെയാണ്, തുടരുക തന്നെയാണ്.
ഈ പ്രശ്നങ്ങൾ ഇതെല്ലാം നിലനിൽക്കുമ്പോൾ സദാചാരം പഠിപ്പിക്കുക എന്നതാണ് പിങ്ക് പോലീസ് അടക്കം ഇവിടെ സ്വീകരിച്ചിരിക്കുന്ന സമീപനം. യഥാർത്ഥത്തിൽ അവിടെയാണ് വലിയ പാളിച്ച സംഭവിച്ചിരിക്കുന്നത് എന്നല്ലേ വാസ്തവം. ആ നിലയ്ക്ക് സദാചാരം പഠിപ്പിച്ചുകൊണ്ട് ഈ സദാചാര ഗുണ്ടകളുടെ സ്വഭാവത്തിൽ തന്നെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സർക്കാരിന് ഇത്തരം സാഹചര്യങ്ങളിൽ പരാജയപ്പെടേണ്ടി വരും. അല്ല, സർക്കാർ അത്തരത്തിലാണ് ഇടപെടുന്നത് എന്ന് നമുക്ക് പൊതുവായി സാമാന്യവൽക്കരിച്ച് പറയാൻ കഴിയില്ല. കാരണം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും വളരെ ഷാർപ്പായ അഭിപ്രായം പറയുന്ന, വളരെ കൃത്യമായ നിലപാടെടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് ഇന്ന് കേരളം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രതി പോലും രക്ഷപ്പെടില്ല എന്ന ആർജവത്തോടു കൂടി മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ, പക്ഷേ അദ്ദേഹത്തിന്റെ പോലീസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഈ ഒരു പത്രത്തിൽ വലിയ ഫോട്ടോയായി വന്നതാണ്. പോലീസ് ഉപദേശിക്കുകയാണ്, പിങ്ക് പോലീസ് അവർ നിയോഗിച്ചിട്ടുള്ളത് അതിനാണ്. തിരുവനന്തപുരത്ത് കനകക്കുന്നിലായാലും ആ പരിസരത്ത് എവിടെ പോയാലും കാമുകന്മാർ എവിടെയെങ്കിലും ഇരിക്കുന്നത് കണ്ടാൽ അവിടെ പോയി ഉപദേശിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ജോലി പിങ്ക് പോലീസിൻ്റെ. കൊച്ചിയിൽ മറൈൻ ഡ്രൈവിലായിക്കോട്ടെ, അതുപോലെ ഏതെങ്കിലും ഒരു പരിസരത്ത് കാമുകന്മാരെ കണ്ടാൽ ഉപദേശിക്കുക എന്നതാണ് പിങ്ക് പോലീസിൻ്റെ പരിപാടി. ഇതൊക്കെ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ രൂപപ്പെടുന്ന ഒരു പൊതുബോധത്തിൻ്റെ, ആ സമൂഹത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ക്രിമിനലുകളുടെ മനോഭാവത്തിൻ്റെ ഒക്കെ പ്രതിഫലനമാണ് ഇത്തരം സംഭവങ്ങളെന്ന് തന്നെ പറയേണ്ടി വരും. ഒന്ന് പിങ്ക് പോലീസിൻ്റെ സ്ഥാപിത ലക്ഷ്യം ഉപദേശമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളോ അല്ല. നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് കൂടുതൽ സുരക്ഷ നൽകുന്നതിന് വേണ്ടിയാണ് പിങ്ക് പോലീസ് എന്ന് പറയുന്ന ഏറ്റവും വിപ്ലവകരമായിട്ടുള്ളൊരു തീരുമാനമെടുക്കുവാൻ ഈ സർക്കാർ തയ്യാറായത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ നിങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. സദാചാരം എന്ന് പറയുന്നത് ഏതെങ്കിലും ചില വ്യക്തികൾ ചിന്തിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അവരുടെ സങ്കല്പത്തിനപ്പുറം നടക്കുന്നവരൊക്കെ ദുരാചാരക്കാരാണ് എന്നുള്ള ധാരണ അത് പൊതുസമൂഹത്തിൽ ചിലർക്കിടയിലുണ്ട്. പോലീസിനകത്തും ചിലപ്പോൾ തരത്തിൽ ചിന്തിക്കുന്നവരുണ്ടാകാം. അവരെ തിരുത്തപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ആർജവം സർക്കാർ കാണിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ തിരിച്ചറിയുന്നത്. ടോംസ് കോളേജിലെ തോമസ് എന്ന് പറയുന്ന അദ്ദേഹത്തെ കുറിച്ച് 13 കേസുകളാണ് പെൺകുട്ടികൾ കൊടുത്തിരിക്കുന്നത്. ലൈംഗിക ചുവയുള്ള സംസാരങ്ങൾ, ചേഷ്ടകൾ. ഈ പെൺകുട്ടികൾ 13 കേസ് അയാൾക്കെതിരെ കൊടുത്തിട്ടുണ്ട്. ഒരൊറ്റ കേസിൽ നടപടിയെടുത്തിട്ടില്ല. ലോ അക്കാഡമിയിൽ മദർ കോളേജിലെ പ്രിൻസിപ്പലിനെ പറഞ്ഞു മനസ്സിലായില്ലേ, ഒരു നടപടി എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞത് 13 തോമസിനെതിരെ നടപടി എടുത്തില്ലല്ലോ. ഞാൻ പറഞ്ഞത് നമുക്ക് സാരോപദേശം അല്ല വേണ്ടുന്നത്. ഉപദേശം കൊടുക്കാൻ ആർക്കും ആരുടെയും ഔദാര്യമൊന്നും വേണ്ട. സിഗരറ്റ് വലിച്ചുകൊണ്ട് ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാണ് സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം ആദ്യം സിഗരറ്റ് ഒഴിവാക്കണ്ടേ ഡോക്ടർ? ഇവിടെ സാരോപദേശമല്ല നമുക്ക് വേണ്ടത്, വാക്കല്ല വേണ്ടത്, പ്രവൃത്തിയാണ്. ഇവിടെ ഓരോ സംഭവം ഉണ്ടാകുമ്പോൾ പ്രതികളെ കർശനമായി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ? ടോംസ് എന്ന് കേൾക്കുമ്പോൾ പണ്ട് കുട്ടികൾക്ക് സന്തോഷമായിരുന്നു, ഇപ്പോൾ അവർ ഭയക്കുന്നു എന്ന് പൊതുവേദിയിൽ പ്രസംഗിക്കുവാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറായിട്ടുണ്ട്. ആ കോളേജിന്റെ അഫിലിയേഷൻ, ടോംസ് കോളേജിന്റെ വിഷയത്തിൽ കേരള സംസ്ഥാന യുവജന കമ്മീഷൻ നേരിട്ട് ഇടപെട്ടതാണ്. ഞങ്ങൾ മൊഴിയെടുപ്പ് പൂർണ്ണമായി കഴിഞ്ഞ് നാളെ തിങ്കളാഴ്ചയോടുകൂടി അതിന്റെ ഉത്തരവ് പുറത്തിറക്കാനിരിക്കുന്ന വിഷയമാണ്. അപ്പോൾ അത്തരത്തിലുള്ള നിരവധിയായ സ്വാശ്രയ മേഖലയിലെ പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോഴും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉയർന്നു വരുന്ന ഘട്ടത്തിലും സർക്കാർ ആർജവത്തോടു കൂടി നിൽക്കുന്നു എന്ന അഭിപ്രായം തന്നെയാണ് എന്നെ സംബന്ധിച്ചുള്ളത്. തീർച്ചയായും. ശ്രീമതി തനൂജ ഭട്ടതിരി, നമ്മൾ ഈ നിലവിലുള്ള സംവിധാനങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ച് പറയണമല്ലോ. ഇവിടെ പറഞ്ഞു പോയ പിങ്ക് പോലീസ് ആവട്ടെ, ഹൈവേ പോലീസിൻ്റെ പരിപാടികളാവട്ടെ, ഹൈവേ പോലീസൊക്കെ എല്ലാ ദിവസവും പ്രവൃത്തി സമയത്ത് തന്നെ രാവിലെ എല്ലാവരും ഓഫീസിൽ പോകുന്ന സമയത്ത് തന്നെ ഹെൽമറ്റ് പിടിക്കാൻ ഇറങ്ങുന്നുണ്ട്. നമ്മളൊരു 10 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഒരു 3-4 സംഘത്തെ വഴിയിൽ കാണാൻ കഴിയും. അവർക്കൊന്നും രാത്രി ഇതുപോലെ ഒരു അവസരത്തിൽ അവർക്കൊന്നും പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. അവരുടെ ഒന്നും സാന്നിധ്യം കൊണ്ടൊന്നും സംഭവിക്കുന്നില്ല എന്ന അവസ്ഥയുണ്ട്. ഈ പിങ്ക് പോലീസ് ആവട്ടെ നിരന്തരം ഈ ഉപദേശങ്ങൾ കൊടുക്കുകയാണ്, സാരോപദേശങ്ങൾ കൊടുക്കുകയാണ്. കാമുകന്മാരെ പിടികൂടാൻ കേരളത്തിൽ ഒരുപക്ഷെ വേറെ എങ്ങുമില്ലാത്ത ഒരു പോലീസ് സംവിധാനമായിരിക്കും കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഒരു സംവിധാനം കൂടിയുണ്ട്. ഇതൊക്കെയാണോ യഥാർത്ഥത്തിൽ വേണ്ടത്? സത്യം പറഞ്ഞാൽ സ്ത്രീകൾ, പിങ്ക് പോലീസ് എന്നുള്ള ഒരു സിസ്റ്റം കുഴപ്പമുണ്ടെന്നൊന്നും എനിക്ക് പറയാൻ തോന്നുന്നില്ല. പക്ഷേ അവർ ഈ ഉപദേശത്തിനോ, ഒരു കാമുകൻ ഇരിക്കുന്ന കാണുമ്പോൾ അവരുടെ അടുത്ത് ചെന്ന് ഉപദേശിക്കാനോ ഒന്നും അല്ല അവരെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അവർ തീർച്ചയായിട്ടും സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ അവർക്കുള്ള പ്രവർത്തന രീതികൾ അവരെ കൃത്യമായി ട്രെയിൻ ചെയ്ത് കൊടുക്കും. ഇപ്പം പറഞ്ഞതുപോലെ എല്ലാവരുടെയും ശ്രദ്ധ കിട്ടുന്ന രാവിലത്തെ സമയത്തും, അല്ലെങ്കിൽ ധാരാളം ജനങ്ങളുള്ള മറ്റ് പോലീസ് മാത്രമല്ല മറ്റ് ഗവൺമെൻറ് സംവിധാനങ്ങളുള്ള മറ്റ് സ്വകാര്യ സംവിധാനങ്ങളുള്ള സമയത്തല്ലാതെ എപ്പോഴൊക്കെയാണോ കൂടുതൽ ആവശ്യം ആ സമയത്ത് ഇവരൊക്കെ ഉണ്ടാവുക എന്നുള്ളത് ഒരു വലിയ
കാര്യമാണ്. അത് നടപ്പിലാക്കുക തന്നെ വേണം. രണ്ടാമത്, ഇപ്പോൾ എനിക്ക് ആദ്യം ചർച്ച ചെയ്ത് കേട്ടതിൽ നിന്ന് പറയാനുള്ളത്, മിക്ക സ്ഥാപനങ്ങളിലും അത് കലാരംഗത്ത് എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് അറിയില്ല, പക്ഷേ ബാക്കിയുള്ള സ്വകാര്യ ഗവൺമെൻറ് ഏത് സ്ഥാപനത്തിലാണെങ്കിലും ഒരു സ്റ്റാഫിനെ ജോലിക്കെടുക്കുമ്പോൾ കൃത്യമായ ഇൻ്റർവ്യൂകളും പല തലത്തിലുള്ള ഇൻ്റർവ്യൂകളും അവരുടെ വ്യക്തിപരമായ സകല വിശദ വിവരങ്ങളും പിന്നീട് അതുകൂടാണ്ട് അവർക്കുള്ള ഒരു റെഫറൻസും എല്ലാം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു രീതി ഒരു പക്ഷേ ഇത്തരം ഒരു ജോലി സംബന്ധമായ, ഞാൻ ഒരു കല എന്ന് പറയുന്നത് ഇതിനെല്ലാം അപ്പുറത്താണ് നിൽക്കുന്നതെന്ന് എനിക്കറിയാം, എന്നാൽ പോലും ഈ എടുക്കുന്ന ഇത്തരം തസ്തികകളിലുള്ള സ്റ്റാഫിന് ഏത് രംഗത്തായാലും ഉണ്ടായാൽ നന്നായിരിക്കും. അത് കുറച്ചൊക്കെ സുരക്ഷിതത്വം കൊണ്ടുതരും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോഴും മുഴുവൻ അത് തുടച്ചു മാറ്റാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഏത് ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും അതിനപ്പുറം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ നമ്മുടെയൊക്കെ ഇടയിൽ എന്നും ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവും. പക്ഷേ എന്നാലും അതൊരു വലിയ ശ്രദ്ധ കിട്ടും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആളുകളുടെ ഇടയിൽ കൂടുതൽ ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും അതിനൊരു കറക്ഷൻ കൊണ്ടുവരാനും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തീർച്ചയായും പോലീസ് സംവിധാനത്തെ ഒരിക്കലും ആ പോലീസ് സംവിധാനത്തെ കുറ്റം പറയുകയോ അത് വേണ്ട എന്ന് പറയുകയോ അല്ല ചെയ്തത്. പക്ഷേ അവർ പ്രവർത്തിക്കുന്ന രീതിയെ ചൂണ്ടിക്കാട്ടുകയായിരുന്നു. ഏറ്റവും കൂടുതൽ പിങ്ക് പോലീസിനെ കുറിച്ചുള്ള വാർത്ത വരുന്നത് ഈ നിലയ്ക്ക് കാമുകന്മാരെ ഉപദേശിക്കുന്നു എന്ന നിലയ്ക്കാണ്. അത് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. തിരിച്ചു വരാം ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക്. അത് മറ്റൊന്നുമല്ല, ബോളിവുഡിന് സമാനമായി ഇവിടെ കേരളത്തിലെ സിനിമാ മേഖലയിലും ക്രിമിനലുകൾക്ക് വലിയ ഇടപെടൽ നടത്താൻ കഴിയുന്നുണ്ടോ എന്നതാണ്. അതിലേക്ക് വരാൻ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.